ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മൈസൂർ പോയപ്പോൾ പാപ്പു കണ്ടപ്പോൾ പറഞ്ഞു ഒരു ക്രിസ്മസ് ട്രീ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരു സ്മോൾ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ട്. ആ അപ്പൊ അത് അബ്ബ സെറ്റ് ചെയ്ത് തരും അല്ലേ നിങ്ങക്ക്? അപ്പൊ അതിനുള്ള ചെറിയ പരിപാടി, വലിയ സംഭവമായിട്ടുള്ള ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മരത്തിലൊക്കെ ആയിരുന്നു ഡെക്കറേറ്റ് ചെയ്തത്. ഈ വർഷം കുറച്ച് ലൈറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഫ്ലാറ്റിലൊക്കെ ഉള്ളപ്പം. പക്ഷെ അതിന്റെ എന്തോ ഒന്ന് കേടായി പോയി. പിന്നെ ഇനി നമ്മള് പുതിയതൊന്ന് വാങ്ങുന്നതായിരിക്കും. ഒരു കുഞ്ഞു ലൈറ്റ്. ഒരാൾക്ക് സ്റ്റാർ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അയാൾ പെട്ടെന്ന് തന്നെ എടുത്തു. ട്രീ ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റാർ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിത് വാങ്ങിച്ച കടയിൽ ഇതിന്റെ കുറെ വലിയ സൈസ് ഒക്കെ ഉണ്ടല്ലേ, കുറെ വലിയ ബിഗ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്, എല്ലാ സാധനം ഉണ്ട്. നമുക്ക് അബ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് ഇതാക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ സ്റ്റാർ വരുന്നത് അല്ലേ? അല്ല, സ്റ്റാർ അല്ല, ട്രീ, സോറി. ഇങ്ങനെ ഇനി ഇതിനെ ഫിറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങള്. സ്റ്റാർ റെഡിയാക്കാണ് അല്ലേ? സ്റ്റാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതാ, സോറി കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ പാപ്പുവിൻ്റെ സ്റ്റാറിൻ്റെ സന്തോഷത്തില് ഇതിനി ഇങ്ങനെ ചെയ്യണം അല്ലേ? ഞാൻ ആലോചിച്ചതേ ഇത് ഇങ്ങനെ തന്നെയാ നിക്കാന്നാട്ടോ. ഒരു ഇത്തിരി അതൊന്ന് ഇതിനെ റെഡിയാക്കി കൊടുക്കണം, ഒരു ട്രീ രൂപത്തിൽ അല്ലേ? അത് ചെയ്യണം. അത് ചെമ്പരത്തി പോലെ ഒരു ഫ്ലവറാടാ. ശരിക്കും ക്രിസ്മസിന് എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞാൽ മൈസൂരൊക്കെ പോയിട്ട് വാങ്ങണാട്ട് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് നല്ല. കാരണം നമ്മൾ ഇവിടത്തെക്കാളും നല്ല ഇവിടെ എങ്ങനെ പോയാലും ഒരു 600-700 രൂപ പറയും. ഇതിന് ശരിക്കും എത്രയായിരുന്നു? നമ്മള് 350 അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ആമസോണിൽ നോക്കിയിട്ട് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ വെച്ചോ. ശരിക്കും ക്രിസ്മസ് ട്രീൻ്റെതായിട്ടുണ്ട്, അത് കൊള്ളായോ? ഇല്ല, ഒന്നുകൂടെ ഒന്ന് ശരിയാക്കണം, ഷേപ്പ് ചെയ്യണം. ആമി ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു നിൽക്കൂല, അതിനെ കൊണ്ട് നോക്കി ചെയ്താൽ മതി. എന്താ സ്ഥിതി? നല്ല ആഗ്രഹമാണ് കേട്ടോ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ളത്. ഇനിയുണ്ടോ ആ സ്റ്റാർ ആവുമ്പോൾ വെച്ച് കൊടുത്ത്? നമ്മൾ ഒരു ഫ്ലവർ വാങ്ങിച്ചേ, താഴെ പോയോ എടുത്തു. അത് കുഴപ്പമില്ല. അത് മേലെ വെക്കാം. മേലെ വെക്കണമെന്നൊന്നുമില്ല, താഴെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ശരിക്കും ഇത് അങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല, ഇതിലും മറ്റേ ബോൾസ് ഒക്കെയാണ് വെക്കുക. ഇങ്ങനെ വേണേ വെച്ചാൽ മതിയല്ലോ, ഇങ്ങനെയും വെക്കാം. പാപ്പ നാശാക്കല്ലേ? ഭംഗിയുണ്ട്, അടിപൊളിയുണ്ട്. കുറെ മുന്നേ നമ്മുടെ അടുത്ത് കുറെ ബോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നാശമായി പോയി. അങ്ങനത്തെ കുഞ്ഞു ചെറിയ ചെറീസ് ഒക്കെ ഇങ്ങനെ എന്തോ ഒരു സാധനമല്ലേ, അതൊക്കെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഒരു റെഡ് ആരുടെയും ഭംഗിയുണ്ടാവും. കുഴപ്പമില്ല, ട്രൈ ചെയ്തോ, ഒന്നുകൂടെ ചെയ്ത് നോക്ക്.
ഓക്കെ വെരി ഗുഡ്. ഇനി ഞാൻ അപ്പ ഇത് വെക്കാണ് മേലാണ്. ഓക്കെ അടിപൊളിയായിട്ടുണ്ട്. പാപ്പുന് ഇഷ്ടായോ? നല്ല രസമല്ലേ പാപ്പുന്? ബോളൊക്കെ എനിക്ക് വാങ്ങാന് അപ്പ എനിക്ക് തന്നില്ല. അത് വാങ്ങിക്കണം അല്ലേ? ഇനി ഒരു ഇനി നമുക്ക് ഇന്നലെ പോയി ടൂറ് പോയിട്ട് നമുക്ക് വാങ്ങാം. ഓക്കെ. അപ്പോൾ ഇതാണ് പാപ്പുവിൻ്റെ കുട്ടി ക്രിസ്മസ് ട്രീ, പാപ്പുവിൻ്റെ ആമീൻ്റെ. അതിൽ ഇനിയും കുറേ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ പാപ്പച്ച? ബൈ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കളേഴ്സ് കൺസെപ്റ്റ് ഇത് പാപ്പൻ്റെ കളക്ഷൻസും കേട്ടോ. എൻ്റെ ഇടയിൽ വണ്ടികൾ ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. പാപ്പൻ്റെ താറൊക്കെയാണ് കളക്ഷൻസ് അല്ലേ? അപ്പോൾ ഇനി ക്രിസ്മസിൻ്റെ ബാക്കി പരിപാടികളും ഡെക്കറേഷനൊക്കെ